ഇ വി നാട്ടുകാർക്ക് വേണോ വേണ്ടെന്നൊന്നും അറിയില്ലെങ്കിലും വികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വി വന്നിരിക്കുകയാണ്. MGയുടെ വിൻസർ വി. ഇലക്ട്രിക് വെഹിക്കിൾ ഇന്ത്യയിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ മെർസിഡീസിൻ്റെ EQS മാബാക്ക് കണ്ടു, EQS കണ്ടു, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതാ വീണ്ടും ഒരു വണ്ടി വന്നിരിക്കുകയാണ്. അതും തന്നെ ഒരു ഗുഡ് ലുക്കിംഗ് വി എന്ന് തന്നെ പറയാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് വിൻസർ വി. ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും ലോഞ്ചിൻ്റെ അന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അന്നൊരു ADBD എന്നുള്ളൊരു ഡേ ആയിരുന്നു. നമുക്ക് ശരിക്കും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഈ ഒരു വണ്ടി കാണുമ്പം എനിക്ക് പല വണ്ടികൾ ഓർമ്മ വരുന്നുണ്ട്. കേരളത്തിൽ കണക്ട് ചെയ്യാവുന്നൊരു വണ്ടിയുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയിലും ഉണ്ടായിരുന്ന വണ്ടി. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യണം, പെട്ടെന്ന് കമൻറ്റിൽ പറയുക ഏതാണ് ആ വണ്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നുള്ളതും പറയണം. എന്തായാലും ലോകാടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഫിയറ്റ് മൾട്ടിപ്ലാ എന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. അതൊരു വാൻ ടൈപ്പ് വെഹിക്കിളായിരുന്നു. അത് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒരു എലമെൻറ്റ് എവിടേക്കോ ഉള്ള പോലെ തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ തള്ളി നിന്ന് പിന്നെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പോർഷൻ്റെ മേലെ ലൈറ്റെല്ലാം വന്നിട്ടുള്ള ഡിസൈനായിരുന്നു. ഫോട്ടോ കാണിച്ചു തരാം. അപ്പം ഫിയറ്റ് മൾട്ടിപ്ല ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള MGയുടെ കോമറ്റും എല്ലാം ഒരു മിക്സായ രീതിയിലുള്ളൊരു ഡിസൈൻ ഫോമാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്നത്. എനിവേ MG ഇത് വേറെ ബ്രാൻഡിലും ഇറങ്ങുന്നുണ്ട്. അത് ക്ലൗഡ് എന്നുള്ള പേരിലാണ്. ആ ബ്രാൻഡ് നെയിം ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഒരു ചൈനീസ് ബ്രാൻഡ് നെയിമാണ്. ചൈന, ഇന്തോനേഷ്യ അങ്ങനത്തെ മാർക്കറ്റിലെല്ലാം വരുന്ന ഒരു വണ്ടിയാണത്. ആ ക്ലൗഡ് എന്നുള്ള പേരിൽ വരുന്നതായിരുന്നു പലരും കരുതിയിരുന്നത്. അങ്ങനെ പല ന്യൂസും സ്കൂപ്പെല്ലാം നമ്മൾ കണ്ടിരുന്നു. എന്നാലും വിൻസർ എന്നുള്ള പേരിലാണ് നിൽക്കുക. വിൻസർ എന്ന് പറഞ്ഞാൽ UK പോയവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റും. വിൻസർ കാസിലുണ്ട്. ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ ഒരു വിൻ്റർ ഹോമാണത്. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് അവിടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാസലാണ്. ബക്കിംഗ്ഹാം പാലസ് പോലെയല്ല, വേറെ തന്നെ ഒരു ലുക്കാണ്. അപ്പോൾ ആ വിൻസർ കാസലിൻ്റെ പേരാണ് ഇതിലെടുത്തിരിക്കുന്നത്. അത് പേര് മാച്ചാനുള്ള കുറച്ച് എലമെൻറ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ചോദിച്ച കാര്യം, ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കയും എല്ലാം ഒരുമിച്ച് തകർന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്ത്, ഫാസിലായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ കേരളത്തിൽ നിർമ്മിച്ചിട്ടില്ല, കേരളത്തിൽ ഇപ്പോഴും ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ലൈസൻസ് ഉള്ള ഒരു കമ്പനി രാജ മോട്ടോഴ്സ്, കാജ ബീഡിയുടെ ഗ്രൂപ്പ്. രാജ ഗ്രൂപ്പ് കൊണ്ടുവന്നത് കസ്വ എന്ന് പറഞ്ഞിട്ടൊരു MPV ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആക്ച്വലി ഫസ്റ്റ് വന്ന MPV അതായിരുന്നു. പിന്നാണ് ഇന്നോവയും എല്ലാം കോളേജിൽ വന്നത്. ആ ഒരു കസ്വനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വണ്ടി കാണും. പക്ഷേ കസ്വനെ പോലെ ഉണ്ടായിട്ടല്ല, പക്ഷേ കസ്വൻ എന്തോ എനിക്ക് ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. എന്തായാലും അതൊരു റെവല്യൂഷണറി വെഹിക്കിളായിരുന്നു. വളരെ ഹെഡ് ഓഫ് ടൈം ആയിപ്പോയി എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴായിരുന്നെങ്കിൽ അങ്ങനെ വണ്ടി കൊണ്ടുവരാൻ പറ്റിയത്. ഇപ്പോഴല്ല കുറച്ചുകൂടി മുമ്പ് വന്നിരുന്നെങ്കിൽ ശരിക്കും ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും അവർ വളരെ ഫോർഹെഡായിട്ട് ചിന്തിക്കുന്ന ഒരു ഓട്ടോമോട്ടീവ് എൻതൂസിയാസ്റ്റ് ഗ്രൂപ്പാണ് രാജ മോട്ടോഴ്സ്, രാജ ഗ്രൂപ്പ്. ഒരു പഴയ വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ട്, പലരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു തീരെ എക്സ്പോസ് ചെയ്യാറില്ല. എനിവേ, രാജ കസ്വ ആണ് എനിക്ക് ഓർമ്മയാവുന്നത്. കുറച്ച് വലിയ വണ്ടിയാണത്. ഒരു കൂപ്പേ UV എന്നാണ് വിളിക്കുന്നത്, CUV എന്ന് വിളിക്കുന്ന വണ്ടിയാണ്. പക്ഷേ കൂപ്പേനെ പോലെയല്ല. എനിക്ക് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഒരു MPV, SUV, ഹാച്ച് ബാക്ക്, ഒരു എല്ലാം കൂടിയിട്ടുള്ളൊരു ക്രോസ് ഓവറാണ്. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഈ കണക്റ്റ് വെക്കുന്ന DR നമുക്ക് കാണാം. അതേപോലെ തന്നെ MGയുടെ ലോഗോ ഇവിടെ ഉണ്ട്. MGയുടെ ലോഗോ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ വിളിക്കും ഇവിടെയാണ് ചാർജിങ്, അല്ല, ചാർജിങ് സൈഡിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു കണക്റ്റ് വെക്കുന്ന MGയുടെ മോറിസ് ഗാരേജ് എന്നുള്ള ലോഗോ കാണാം. പക്ഷേ ഇതെല്ലാം ആക്സസറിയാണ്. ഇത് അതുപോലെ മരക്കുള്ള ഭാഗത്തുള്ള ആക്സസറി കാണിക്കുക. അപ്പോൾ അതെല്ലാം ആക്സസറിയിൽ വരുന്ന, ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഇതിനുണ്ടാവുക. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി രസം ഉണ്ടാവും തോന്നുന്നു. അങ്ങനെ ഞാൻ കണ്ടത് മറ്റേ ക്ലൗഡ് എന്നുള്ള ഫോട്ടോയിലാണ്. താഴെ ഈ ഒരു എലമെൻ്റ് എല്ലാം അതുപോലെ രസമാണ്. റഡാർ നമുക്ക് കാണാം, ക്രോം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ഒരു എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന ഈ എലമെൻ്റ് എല്ലാം അതെല്ലാം ആക്സസറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സൈഡ് ബിബ്ലി ഷേപ്പായിട്ടുള്ളൊരു ഡിസൈനാണ്. നമുക്കറിയാം, അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി EQS കണ്ടു. ഇതെല്ലാം ബേസിക്കലി ഒരു എയറോഡൈനാമിക്സ് കൂടാവുന്ന രീതിയിലുള്ള ഡിസൈനാണ്. എയർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകണം, ഡ്രാഗ് ഉണ്ടാകും, അപ്പം റേഞ്ച് കൂടും. 18 ഇഞ്ചിൻ്റെ ഒരു അലോയാണ്. അതും തന്നെ ഒരു ബ്രസ്റ്റ് ക്രോം ഫ്രീലാണ് ഉള്ളത്. അതിൽ പറഞ്ഞ വലിയ സ്പോക്സ് ഉള്ളത്. ഫോട്ടോയിൽ നിങ്ങൾ ബ്ലൂ ഇൻസേർട്ട് ഒരു സ്പോക്കിനുള്ളിൽ കാണുമ്പോൾ അതും ആക്സസറി വരുന്നതാണ്.
സൈഡിൽ വരുമ്പോൾ ഈ ഒരു സംഗതിയെല്ലാം തന്നെ ആക്സസറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അതും ലുക്ക് ഓക്വേർഡ്, എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതില്ലെങ്കിൽ പ്ലെയിനായിട്ട് രസം ഉണ്ടാവും. പിന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിലുണ്ട്, ഇതും ആക്സസറിയുടെ ഭാഗമായി നിൽക്കുന്ന എലമെൻറ്റാണ്. ഈ ഒരു റൂഫ് റീലിൻ്റെ നിൽക്കുന്ന എലമെൻറ്റെല്ലാം. പിന്നെ വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്, അത് ഇതിൻ്റെ ഒരു ഉള്ള സ്പേസിന് ആവശ്യമുള്ളതാണ്. ബോഡി ഷേപ്പ് അങ്ങനെ ബിബ്ലി ഷേപ്പുള്ള ഈ ഇതെല്ലാ എലമെൻസും അഗെയിൻ ആക്സസറി എലമെൻറ്റാണ് ഇവിടെ എല്ലാം വരുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായില്ല കറോൾ ബാക്സ് ലുക്കുകൾ. റിയർ വരുമ്പം ആ ഷേപ്പ് നല്ല രസമായിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും കണ്ട കണ്ടിന്യൂറ്റി നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ടെയിലായിട്ട് കാണാം. മിൻസർ എന്നുള്ള ലോഗോ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. 604 ലിറ്ററാണ്. ഇതാ നമ്മളെ ബാഗെല്ലാം വെച്ച് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇനി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അന്ന് ഞാൻ അവിടെ കാണിച്ചിരുന്നു. താഴെ നമുക്ക് സബ് വൂഫറിൻ്റെ സ്പേസുകളിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇലക്ട്രിക്കലല്ല ഗേറ്റ്സുള്ള ടെയിൽ ഗേറ്റുള്ള. പക്ഷേ ഈ പറഞ്ഞ ഒരു ഷേപ്പും പിന്നെ അതുപോലെ തന്നെ ഈ റൂഫ് സ്പോയിലർ എല്ലാം തന്നെ നല്ല എലമെൻറ്റ്. ഇവിടെ സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം. കൊമോവയ്യ ഇത് ഒരു ക്യാമറയ്ക്കുള്ള പോർഷനാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തിനുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. കമൻറ്റിൽ വരെ ഞാനത് കുറച്ചുണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് ഡിസൈനിലുള്ള ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഫോം, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കമൻറ്റിൽ വരെ. എനിക്ക് ഏതായാലും ഈ ഒരു ടൈപ്പ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ലുക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സബ്ജക്റ്റീവാണ്, ചിലർക്ക് ഇഷ്ടമാവില്ല, അപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് കോമറ്റ് ഈവിൻ്റെ ലുക്ക് ഇഷ്ടമാണ്. ഇൻ്റർലേക്ക് പോകുമ്പോൾ ചിലർക്കെല്ലാം ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ ഫ്രണ്ടിൽ എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതും കൂടെ കാണിച്ചു തന്നേക്കാം. നോക്കിക്കോളൂ, ഇതാണ് ഫ്രണ്ടിലുള്ളത്. ഇവിടെ കൂളിംഗ് എലമെൻറ്റ്സ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, വാഷർ ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്യൂൽ ഒഴിക്കാനുള്ള എല്ലാം ഉണ്ട്. ബാറ്ററി കാണാം, ഇത് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അല്ലാതെ ഇവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി ഒന്നുമില്ല. ആ ഡൗട്ടും ചോദിക്കേണ്ട. പണ്ട് വീഡിയോ കോച്ച് ബസ് എന്നെല്ലാം പറയാറുണ്ടായിരുന്നു. ടി വി മുന്നിലുണ്ടോ? ഇപ്പം അതിൻ്റെ ആവശ്യമില്ല പറയേണ്ടത്. അതേപോലെ ഒരു ടി വി വെച്ചുകൊണ്ട് പോകുന്നൊരു ഫീൽ. അത്രയും വലിയ സ്ക്രീന്, ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വലിയ സ്ക്രീനാണ് അതിലുള്ളത്. അതും തന്നെ ഒറിസോണ്ടൽ ഫോർമാറ്റിലുള്ള. നമുക്കറിയാം BYD-ൽ തിരിയുന്നതെല്ലാം ഉണ്ട്, പക്ഷേ ഇതിൽ തിരിയുന്നില്ല. അത്യാവശ്യം വലിയൊരു സ്ക്രീൻ തന്നെയാണല്ലോ. പക്ഷേ നല്ല ക്വാളിറ്റി ക്യാമറ കേട്ടോ. ഈ 360 ക്യാമറ ശരിക്കും നല്ല യൂസ്ഫുള്ളാണ്, വളരെ എഫിഷ്യൻ്റാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സ്ക്രീൻ ഓൺലി. സ്ക്രീനിൽ തന്നെയാണ് എല്ലാ കൺട്രോൾസും ഉള്ളത്. നമുക്ക് ചില സംഗതികളെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ, അത് നമുക്കിവിടെ സ്ക്രീനിൽ പോയിട്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പോയി സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷനിൽ ബട്ടൻ്റെ മേലെ ചെയ്യാം. അതിന് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കണക്റ്റ് ആവും. അതേപോലെ തന്നെ 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ റൈറ്റ് കണക്റ്റ് ആവും. നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ തന്നെ സ്ക്രോൾ ചെയ്തിട്ടും ഈ ആരോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറമെ AC കൺട്രോൾ, AC-യിൽ തന്നെയാണ് സീറ്റ് കൂളിംഗ് വരുന്നത്. ഇതിൻ്റെ പുറമെ ഡ്രൈവ് മോഡ് നമുക്ക് ഇവിടെ പോയിട്ട് തന്നെ സെലക്ട് ചെയ്യണം. അതിൽ ഇക്കോ പ്ലസ് ഉണ്ട്, ഇക്കോ, നോർമൽ, സ്പോർട്ട് ഉണ്ട്. അതിൽ തന്നെ വീണ്ടും എനർജി റിക്യൂപ്പറേഷൻ ആണെങ്കിൽ ലൈറ്റ്, നോർമൽ, ഹെവി, ഇങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഇതിലുള്ള കൺട്രോൾ നമുക്ക് വീണ്ടും ഓരോന്നും സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗിൽ കൺട്രോൾ, അതിലിപ്പോൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം. അതിന് AVM, അതേപോലെ തന്നെ നമ്മുടെ സോഴ്സ്, മ്യൂസിക് സോഴ്സ്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടൺ, ലെഫ്റ്റിലുള്ള സ്റ്റിയറിംഗിലെ ബട്ടണിൽ അതെല്ലാം കൺട്രോൾ ചെയ്യാം. പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ വലിയൊരു പനോറമിക് സൺറൂഫ് ഉണ്ട്, ഞാൻ തുറന്നിട്ടില്ല, തുറന്ന് കാണിച്ചു തരാം. അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? അത് നമ്മൾ സ്ക്രീനിൽ എവിടെ നിന്നും കിട്ടും? ബട്ടണായിട്ട് ഇവിടെ ഒന്നുമില്ല. ഒരു ഡമ്മി ബട്ടൺ ഉണ്ട്, അത് ബട്ടൺ ഒന്നിനും ഇല്ല. ഇവിടെ 2 ബട്ടണുള്ള, ഒന്ന് ലൈറ്റിനുള്ളതാണ്, അതൊന്ന് ഡോർ ഓപ്പൺ ആകുമ്പോഴുള്ള ലൈറ്റ് കത്തുന്നതും പിന്നെ നോർമൽ ലൈറ്റ് കത്താനുള്ള ബട്ടൺ. ഇവിടെ ബട്ടൺ പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ ബട്ടൺ ഇല്ല. പക്ഷെ നമുക്കിത് തുറക്കണം. അത് ഇവിടെ ആണെങ്കിലും എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അത് എവിടെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഈ സ്ക്രീനിൽ കണ്ടാൽ തന്നെ ഇത്രയും നിറഞ്ഞു കിടക്കുന്ന സ്ക്രീനാണ്. എല്ലാവിധ കൺട്രോളും, ക്ലൈമറ്റ് കൺട്രോൾ ആവട്ടെ, അതുപോലെ തന്നെ ഇവരുടെ ആപ്പുകളുണ്ട്, MG ആപ്പ് സ്റ്റോർ ഉണ്ട്, അത് തീം സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇതെല്ലാം കണക്ട് ചെയ്യും. ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ നമ്മൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീനും കാര്യമെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ മാപ്പും കാര്യമെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ ഇവിടെ ആണ് വന്നിരിക്കുന്നത്. സെൻട്രൽ പാർട്ട് ഓഫ് ദിസ് ഇൻറ്റീരിയർ ഇസ് ദിസ് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ. അതിൽ തന്നെ എല്ലാ കൺട്രോളുള്ള, ഞാൻ പറഞ്ഞ പോലെ എല്ലാ മോഡ്സും ഇവിടെ വരുന്നുണ്ട്. ഇത് ഹോം ബട്ടണിനാണുള്ളത്. പിന്നെ നമുക്ക് ലേ ഔട്ടായിട്ട് നോക്കാം.
ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്പിൾ സ്റ്റോർ അതെല്ലാം വരുന്നുണ്ട്. അതിൽ തന്നെ ഇവിടെ ജിയോ സാവനിലുള്ള ആപ്പ് ഉണ്ട്. ഇതെല്ലാം ഇൻബിൽഡായിട്ട് വരുന്ന ആപ്പുകൾ. അതിൻ്റെ പുറമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് ഫോൺ കണക്ട് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇതിൽ നിന്നെല്ലാം ഇപ്പം നമ്മൾ ആപ്പിൾ കാപ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ക്രീൻ മൊത്തം കാപ്ലായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ വീണ്ടും നമ്മൾ ഐക്കൺസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ MG എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിലേക്ക് അമർത്തി കഴിഞ്ഞാൽ MGയിലേക്ക് പോവാം. ഓപ്പൺ സൺറൂഫ്. അതിൻ്റെ മുന്നെയോ ഹായ് MG. ഹലോ MG. പ്ലീസ് ഓപ്പൺ സൺറൂഫ്. Apologies, the command is not supported. ഇതെന്താ വെച്ചാൽ ഇവർ ഇതിനെ സൺറൂഫ് എന്നല്ല വിളിക്കുന്നത്. ഞാൻ ആ മെത്തേഡിലല്ല ഇത് തുറക്കുന്നത്. ഇവർ സൺ ബ്ലൈൻഡ് എന്നോ സൺ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഹലോ MG. ഹലോ MG. പ്ലീസ് ഓപ്പൺ സൺ ഷെയ്ഡ്. Apologies, the command is not supported. ഹലോ MG. ഹലോ MG. Please open sun blind. Apologies, I'm continuously learning. Please try a different command. Hello MG. Hello MG. Open sun roof. Here. What can I do to help you today? I want to see the sky. ഒരു തരത്തിലും ഇല്ല. അപ്പോൾ നമുക്കത് വിടാം. വിട്ടിട്ട് ഇതിലെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ക്രീൻ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഇത് മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഓപ്പണായി. ഇതാ 100 എന്താ നമ്മൾ 50 ആക്കി വെക്കണേ 50 ആക്കി വെക്കാം, 45 ആക്കി വെക്കാം. അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ മൊത്തം കൺട്രോൾസ് ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ഇതിലിപ്പം വൈഫൈ ആവട്ടെ, ബ്ലൂടൂത്ത് ആവട്ടെ, ഐകോൾ, വിൻഡോ ലോക്ക്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്ക്രീനിൽ എടുത്തിട്ട് വേണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു ചലഞ്ചിങ് അല്ലേ. പിന്നെ ഒരു ബട്ടൺ കൊടുത്തിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഇതാണ് എൻ്റെ ഡൗട്ട്. സോ ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഇൻറ്റീരിയർ. എല്ലാം ഇവിടെയാണ് കണക്റ്റഡ്. അതിന് പുറമെ വരുന്നത് നമ്മൾ MGയിൽ കണ്ടുപരിചിതമായിട്ടുള്ള, സ്പെഷ്യലി നമ്മൾ കോമണിൽ കണ്ടുപരിചിതമായിട്ടുള്ള 2 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇത് മൾട്ടി സ്പോക്ക് വരുന്നുണ്ട്. ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഉണ്ട്. അതും ഒരു ടാബ് പോലുള്ള സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സംഗതി മാറ്റിക്കഴിഞ്ഞാൽ പിന്നുള്ളതെല്ലാം തന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം. വലിയൊരു ഡാഷ്ബോർഡ് ഉണ്ടായി. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന വുഡൊന്നും അല്ല, പക്ഷേ വുഡിൻ്റെ ഫിനിഷ് ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു ട്രിമ്മും പിന്നെ AC വെൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തതും ഇവിടെ AC മോഡ്സ് AC കൺട്രോൾസ് വന്നതും ഇവിടെ ഐലൻഡായി നിൽക്കുന്ന സെൻട്രൽ കൺസോൾ, അതിൽ 2 കപ്പ് ഹോൾഡറും അതിൻ്റെ പുറമെ മൂന്നാമത് നമുക്ക് ഈ ഫ്രേഗ്രൻ്റ് എല്ലാം വെക്കാവുന്ന MGയുടെ തന്നെ ഫ്രേഗ്രൻ്റ് അത് വെക്കാവുന്ന സ്ഥലമുണ്ട്. അതിൽ നമുക്കൊരു ട്രേ റിമൂവ് ചെയ്യാൻ പറ്റും. അന്ന് പൊടിയെല്ലാം ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെയും വലിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, അത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പേസ് വരുന്നുണ്ട്. വലിയൊരു ഡോർ ഹാൻഡിൽ, അതിൻ്റെ മേലെ കൊടുത്തിരിക്കുന്ന കോപ്പർ ഫിനിഷ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ്, അതിൻ്റെ സ്പീക്കറിൽ വന്നിരിക്കുന്ന ഫിനിഷ്. വലിയൊരു ഗ്ലാസ് പോർഷൻ. സോഫ പോലത്തെ സീറ്റ്. സോഫ പറഞ്ഞാൽ വിൻസർ കാസിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം എനിക്ക് ഫീൽ ചെയ്ത് ഇവിടെ. അവിടെ എല്ലാം കാണുന്ന സോഫകളുണ്ട്. വലിയൊരു സോഫ. അതിന് വരുന്ന ക്വിൽറ്റിംഗ് പോലെയുള്ള രീതിയിലാണ് ക്വിൽറ്റിംഗ്. ലെതറായിട്ട് അതുകൊണ്ട് വെച്ചാൽ ചൂടുണ്ട്. പക്ഷേ കൂളിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. എഗെയിൻ കൂളിംഗ് നമുക്ക് ഇവിടെ പോയിട്ട് AC കൺട്രോൾ ചെയ്യണം. ആ ഒരു സംഗതിയുള്ളൂ. ഫ്രണ്ടിൽ ഇത്രയും ഭാഗമുണ്ട്. ബാക്കിയെല്ലാം വിശാലമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് നിൽക്കുന്നു. ഈ ഒരു സംഭവം യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അറിയുന്നില്ല എവിടെയാണ് ഇത് ഓരോന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റെഫർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയാണ് ഈ സംഭവം കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഡ്രോബാക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ലീവബിൾ ഇൻറ്റീരിയർ. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസി ഫീലുണ്ട്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സുഖമാണ്. നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ്. സൗണ്ട് സിസ്റ്റം സബ് വൂഫർ അടക്കമുള്ള സൗണ്ട് സിസ്റ്റമാണ്. എഫക്റ്റീവാണ്. പിന്നെ AC നല്ല എഫക്റ്റീവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇൻഫർടൈൻമെൻറ്റിൽ ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയിലും കണക്ട് ചെയ്ത് നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് മാപ്പ് യൂസ് ചെയ്യുമ്പോൾ വളരെ ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോസിറ്റീവ്. അപ്പോൾ 1-2 എലമെൻറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ നേരത്തെ പുറത്തും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ബാക്കിലുള്ള ക്യാമറ വയ്ക്കാവുന്ന പോർഷൻ എന്തിനുള്ളതായിരിക്കും?
ഇവിടെ ഇല്ല, പക്ഷെ പുറത്തുള്ള മാർക്കറ്റിൽ റിയർ ക്യാമറ വരുന്നുണ്ട്, മിറർ ക്യാമറ എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള വിഷ്വൽ അവിടെ നിന്ന് കളക്ട് ചെയ്യുക, എന്നിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ ക്യാമറയുടെ പർപ്പസ്. ഓരോ ആളുകൾക്കും ഓരോ സ്റ്റൈലുണ്ട് വണ്ടി കയറാൻ. എല്ലാ സ്റ്റൈലും ഇതിൽ ആപ്ലിക്കബിളാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം കയറുന്ന ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട്, സുഖമായിട്ട് കയറാം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെയെല്ലാം കയറും സ്റ്റൈലാക്കിയിട്ട്. അതല്ല ചിലർ ഇരുന്ന് കയറുന്നവർക്കാണെങ്കിലും ഇരുന്ന് കയറാം. സത്യം പറഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡോറാണ്. ഇതിൻ്റെ പുറമെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പം അംബാസിഡർ കുറച്ച് ഓർമ്മ വന്നത്. ഒന്നാമത് ഈ ക്വിൽട്ട് സാധാരണ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ പണ്ട് കോയാസിലെല്ലാം പോയിട്ട് അപ്പോളിസ്റ്റർ ചെയ്യും കോയമ്പത്തൂർ. ആ വണ്ടികൾക്കെല്ലാം കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതിൻ്റെ പുറമെ വേറെ കാര്യങ്ങളുണ്ട്, എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. കിടന്നുറങ്ങി പോകാൻ പറ്റും. കുട്ടിക്കാലത്തുള്ള അംബാസിഡറിൽ നമ്മൾ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ്, സ്പേസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കുഷനിങ് ആണ്. കുഷനിങ് മാത്രമല്ല, ആ ഒരു കംഫർട്ട് ഫീൽ ഇസ് ഗുഡ്. പിന്നെ ഈ ഒരു തായ് സപ്പോർട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നത് മിഡ് റോ സീറ്റാണെങ്കിലും ഒരാൾക്ക് തന്നെ ഇരിക്കാൻ പറ്റും. AC വെൻ്റ് ബാക്കിലേക്ക് വരുന്നുണ്ട്. കൺട്രോൾ AC കൺട്രോളില്ല, പക്ഷേ AC വെൻ്റ് ഉണ്ട്. അതിൽ നല്ല ഫ്ലോയും ഉണ്ട്. ഇതെല്ലാം പുറമേ ബിസിനസ് ക്ലാസ് ഇത്രയും കംഫർട്ടബിളായിട്ട് അവിടെ ബാഗുണ്ട്, എന്നിട്ടും ഇത്രയും കംഫർട്ടബിളായിട്ട് ശരിക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന വേറൊരു സീറ്റ് ആക്ച്വലി ഇല്ല. ഇന്നോവ നമ്മൾ ഉണ്ടാവാറുണ്ട്, ടാക്സി ഇല്ലല്ലോ. പക്ഷേ ഇന്നോവക്കും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് റിക്ലൈനേഷൻ ഇല്ല. ഇത് അത്യാവശ്യം നല്ല റിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടും താത്തി കഴിഞ്ഞാൽ ശരിക്കും കിടക്കാവുന്ന രീതിയിൽ കിടക്കാം. നല്ല പവറുണ്ട്. എന്തായാലും മടിയന്മാർക്ക് പറ്റുന്നൊരു വണ്ടിയായിരിക്കും. ഉറങ്ങിപ്പോകണമെങ്കിൽ പല രീതിയിൽ ഉറങ്ങാം. ആ ബാക്കിലിരുന്ന് ചിരിക്കുന്നുണ്ട് അജാസ്. എത്ര നേരം അറിയുമോ ഉറങ്ങാം. എനിവേ അടിപൊളി റിയർ സീറ്റാണ്. ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതുണ്ട്. ആൻഡ് റിയലി ലൈക്ഡ് ഇറ്റ്. പിന്നെ ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി സോർട്ടഡാണ്. സത്യം പറഞ്ഞാൽ ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദ കാർ. ഇത് ടേക്ക് ഓഫാണ്. ഇത് സ്പോർട്ട് മോഡലാണ്. അപ്പോൾ നമ്മൾ കുറേ കൂടി പവർഫുൾ EVs എല്ലാം ഓടിച്ചിട്ട് അതിൻ്റെ ഒരു ഫീൽ നമുക്കറിയാം. അത്രയ്ക്കില്ല എന്തായാലും, പക്ഷേ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നമ്മളിപ്പം ഓടിക്കുന്ന ഈ വിൻസർ EVയുടെ പവർ ഔട്ട്പുട്ട് വരുന്നത് 100 kW ആണ്. 100 kW എന്ന് പറയുമ്പോൾ സാധാരണ HP PS ആയിട്ട് കൺവേർട്ട് ചെയ്യൽ 1.36 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യല്. അപ്പോൾ കറക്റ്റ് 136 PS ആണ് പവർ. അപ്പോൾ ആ ഒരു പവറും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോർക്കും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് പവർ ഡെലിവറിയാണിത്. ഇതിപ്പം 4 ഡ്രൈവ് മോഡിൽ ഏറ്റവും പവർഫുൾ മോഡാണ്. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് മാറ്റാം. അതിൽ നോർമൽ ഉണ്ട്, ഇക്കോ ഉണ്ട്, ഇക്കോ പ്ലസും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ 3 ലെവൽ ഓഫ് റീകുപ്പറേഷൻ ഉണ്ട്. റീകുപ്പറേഷൻ ആണെങ്കിലും ഹൈ ലെവൽ ആണെങ്കിലും നമുക്ക് ഭയങ്കര ബ്രേക്കിംഗ് ഫീലൊന്നും ഇല്ല. റീകുപ്പറേഷൻ നടക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഫീല്. എന്തായാലും ഇതിന് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് പറഞ്ഞാൽ 331 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ അത് ഫുൾ ചാർജിൽ കിട്ടുന്ന റേഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ വണ്ടി എടുത്ത് കുറച്ചേരം ഷൂട്ട് ചെയ്യാനുള്ള ഓണാക്കിയിട്ട് തന്നെ ഇട്ടിരുന്ന അത്രയ്ക്കുള്ള ചൂടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞാനൊരു 80% കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം 450 സംതിങ് ആണ് നമുക്ക് റേഞ്ച് ലെഫ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും 80% ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ഒരു 250 എത്ര ഉള്ളായിരുന്നു, 250 ഓഡ് ആണ് നമുക്ക് റേഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 285 കിലോമീറ്റർ റിയൽ ലൈഫ് റേഞ്ച് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഓടിച്ച് കുറേ കൂടി റീകോപ്പറേറ്റ് ചെയ്ത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഓടിക്കാൻ വേണ്ടി കൂടുതൽ ഹൈവേയിൽ ഓടിക്കുമ്പോൾ അത് ഗെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് ആ ആസ്പെക്റ്റ് നമുക്ക് ശരിക്കും റിയൽ ലൈഫ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തന്നെ എനിക്ക് നല്ലതാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ വണ്ടി നിർത്തിയിട്ടിടും എല്ലാം കുറേ സമയം പോകുന്നുണ്ട്. വാട്ട് എവർ സൈഡ് നമുക്ക് ബാക്കിയുള്ള എക്സ്പീരിയൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വിൻഡ് നോയ്സ് എല്ലാം വളരെയധികം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാക്സിമം കുറയാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വിൻഡ് ഫീല് കിട്ടുന്നുണ്ട്. റോഡിൻ്റെയും കുറച്ച് നോയ്സ് കിട്ടുന്നുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, ഇതൊരു EV ആണ്. അപ്പോൾ വേറെ എൻജിൻ നോയ്സ് ഒന്നും വരാനില്ലാത്തതുകൊണ്ട് അത് കേൾക്കും. എന്നാലും അത് ഭയങ്കര ലൗഡൊന്നുമല്ല, ഡിസ്റ്റർബിങ്ങും അല്ല, എന്നാലും ഉണ്ട് എന്നുള്ള ഫീല്. ഇത്രയും ഒരു ഷേപ്പ് കാണുമ്പം ആ ഒരു നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു എയർ ഫ്ലോ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു ആ എയർ ഫ്ലോൻ്റെ ഒരു സൗണ്ട് ആയിരിക്കണം. അപ്പോൾ അത് അത്രയും സ്ലിപ്പായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് നോട്ട് ടു മച്ച് ടു കംപ്ലെയിൻ.
അപ്പോൾ ഈ ഹോണെല്ലാം അടിക്കും ശരിക്കും ഹോണ്ട സൗണ്ടെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, കാരണം ഭയങ്കര ലൗഡായിട്ട് തോന്നുന്നുണ്ട്. അതിന് കാരണം വേറെ എൻജിൻ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഓടിക്കാനുള്ള പൊസിഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഹൈ സിറ്റിംഗ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് സിറ്റി യൂസും കാര്യമെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. സൈസ് അറിയുന്നില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് സൈസ് അറിയുന്നില്ല, നമുക്ക് ഒരു ഒതുക്കം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും എയ്ഡെല്ലാം ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ സൈസ് മനസ്സ് കാണണം, ഇത്ര സൈസുള്ള വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് പൊസിഷൻ എല്ലാം നമുക്ക് ടെലിസ്കോപ്പിക്കലും അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യാനെല്ലാം പറ്റുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് റൈറ്റ് ഡ്രൈവിംഗ് പൊസിഷൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലീൻ ചെയ്ത് ക്രൂസ് ചെയ്ത് പോകുന്നതിലാണ് എനിക്ക് കൂടുതൽ ഫണ്ണ് തോന്നിയില്ല. ഒരു സ്പോട്ടി ക്യാരക്ടർ അല്ല അതിനുള്ള. ഇത് ക്രൂസിങ് മെഷീൻ, നമുക്ക് ശരിക്കും ഹൈവേയിലാണെങ്കിൽ ഇങ്ങനെ ലോഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അതിനുള്ള സസ്പെൻഷനുണ്ട്, സസ്പെൻഷൻ ഓൾസോ സെറ്റ് വെൽ. സ്റ്റിയറിങ്ങിൽ എനിക്ക് ഒരു റോഡ് ഫീൽ വരുന്നുണ്ട്, സ്റ്റിയറിങ് ചെറിയൊരു ജേർക്കും കാര്യം വരുന്നുണ്ട്, വളരെ മൈന്യൂട്ട്. പക്ഷേ നമുക്ക് അറിയാം സ്റ്റിയറിങ്ങിൽ ആ ഒരു ഫീൽ വരുന്നുണ്ട്, അത്രയും ലൈറ്റ് തോന്നിക്കുന്നില്ല. സ്റ്റിയറിംഗ് മെനൂവർ ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഹൈ സ്പീഡിലെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഫീലുണ്ട്. ആൻഡ് നിർത്തിട്ട് തിരിക്കുമ്പോൾ എല്ലാം തന്നെ സോഫ്റ്റ് ആവുന്നൊരു ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഹൈ സ്പീഡിലെല്ലാം പോകുമ്പോൾ ഒരു ജേർക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡിയുടെ വെയിറ്റ് നമുക്ക് ടേണെല്ലാം എടുക്കുമ്പോൾ കുറച്ച് അറിയുന്നുണ്ട്. പക്ഷേ അറിയുന്നുള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത കാരണം നമ്മൾ ഹൈ സ്പീഡ് അല്ല പോകുന്നത്, ഒരു കൺട്രോൾ സ്പീഡ്. നമ്മളിപ്പം നേരത്തെ ബോംബെ ഡൽഹി എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിരിക്കുമ്പോഴാണ്. ആ സമയത്ത് ഞാൻ മാക്സിമം പുഷ് ചെയ്തിട്ട് 156 വരെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ അങ്ങനെ ഒന്നും പുഷ് ചെയ്തല്ല പോവുക, അതൊരു 120 വരെയുള്ള സ്പീഡാണ്. അതിൽ ഐഡിയൽ ഇസ് ലൈക്ക് 110. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒന്നും ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റിയറിങ്ങിൻ്റെ വലിയ ഹെവി ഫീലൊന്നുമില്ല. പക്ഷേ എന്നാലും സ്റ്റിയറിങ്ങിൽ അറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഹമ്പിൻ്റെ റബിൾ ഹമ്പ് ഉണ്ട്, അതിൽ നോക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു ചാട്ടം നമുക്കറിയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻഷനിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും സസ്പെൻഷനിൽ ആ വെയിറ്റ് അറിയുന്നുണ്ട് സസ്പെൻഷനിൽ. അതാണ് മെയിൻ റീസൺ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള നിർത്തിയെടുത്തതിന് മുമ്പുള്ള കൺവീനിയൻസ് ഭയങ്കര സോഫ്റ്റ് ഫീലുണ്ട്. ആ ഫീല് ശരിക്കും നമുക്കൊരു ഡേ ടു ഡേ വെഹിക്കിൾ എന്ന രീതിയിൽ നോക്കുമ്പം ആ ഒരു കൺവീനിയൻസ് ഉണ്ടല്ലോ, അതൊരു നല്ലൊരു എലമെൻറ്റാണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ റിയർ സീറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വിൻസെൻ്റ് റിയറിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പൊങ്ങിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖം, പുറത്തുള്ള വ്യൂ നല്ലോണം കിട്ടുന്നുണ്ട്, സില്ലി ആയിട്ടുള്ള നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കംഫർട്ട് ഫീലുണ്ട്. ഇന്നിപ്പം വെയിലും നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ഈ പനോറമയ്ക്ക് തുറന്നു വയ്ക്കാത്തത്. അത് തുറന്നു വെച്ചാൽ ആ ഒരു എയറിനെസ്സും ഫീൽ ചെയ്യും. സീറ്റ് നല്ല കുഷണി സീറ്റ് ആയതുകൊണ്ടുള്ള കംഫർട്ട്, അതേപോലെ തന്നെ ആൻഡ്രസ്റ്റ് ഇങ്ങനെ താത്തി വെച്ചിട്ട് 3 ആളൊന്നും ഇല്ലെങ്കിൽ ആൻഡ്രസ്റ്റ് വെച്ചിരിക്കാൻ നല്ല സുഖത്തിലിരിക്കാം. കപ്പ് ഹോൾഡറോടെ വരുന്നുണ്ടെന്നുള്ളൂ, പക്ഷെ സാധനമൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, ആ തടസ്സമൊന്നും തോന്നുന്നില്ല. പിന്നെ മെയിൻലി സീറ്റും സസ്പെൻഷനും അത്യാവശ്യം കംഫർട്ടബിളായ സസ്പെൻഷൻ. ഇപ്പം ഒരു ചെറിയൊരു ബൗൺസിനെസ് നമുക്ക് ഈ റോഡിൻ്റെ ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലാത്തടത്ത് എനിക്ക് അത് തോന്നിയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ ഒരു റൂമി ഫീലാണ് എനിക്ക് റിയറിൽ കിട്ടുമ്പോൾ ഉള്ളത്. അത് ഇവിടെ ട്രാൻസ്പോർട്ടാണില്ല, താഴെയാണെങ്കിലും പിന്നെ സീറ്റിനിടയിൽ കാല് വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാം കംഫർട്ടബിളാണ്. ഇതിന് പുറമെയാണ് റിക്ലൈനേഷനിൽ റിക്ലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളി നല്ല സുഖമായിട്ട് റിലാക്സ് ചെയ്തിട്ട് നാപ്പ് എടുത്തിട്ട് പോകാൻ പറ്റും. അതിന് പറ്റുന്ന സീറ്റുകൾ. പിന്നെ അജാസിൻ്റെ ഒരു കണ്ടെത്തലുണ്ട്, നമ്മളിങ്ങനെ റിക്ലൈൻ ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു പില്ലറ് പുറത്തേക്കുള്ള തടസ്സം എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഉറങ്ങുന്ന ആളാണ്, അവർക്കാണ് ഈ തടസ്സം. ഞാൻ ഏതായാലും അധികം ഇവിടെ ഇരിക്കില്ല, ഓടിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോണ്ട്, ഞാൻ മുന്നോട്ട്. ഇപ്പം 9.99 lakhs ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസും ഇൻട്രൊഡക്ടറി പ്രൈസായിട്ടുള്ള വന്നിട്ടുള്ളത്. പക്ഷേ ടോപ്പ് എൻ്റെ എത്ര പ്രൈസ് നമുക്ക് അറിയില്ല. ഇതെന്തായാലും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. എന്നാലും കുറഞ്ഞ വേരിയൻറ്റിൽ വരെ സ്ക്രീനും ഇൻഫർടൈൻമെൻറ്റിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നല്ല, എല്ലാ കൺട്രോൾസും ആയില്ല. അപ്പോൾ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ അതെല്ലാം വേണ്ടി വരും. പിന്നെ 6 airbags സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, 9 സ്പീക്കറിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതും താഴേക്കുള്ള വേരിയൻറ്റിൽ അത് തന്നെയാണോ ഉണ്ടാവുക എന്നുള്ള വലിയ ഉറപ്പില്ല. അതെല്ലാം നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതിലുള്ള 360 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് 3 years അതുപോലെ തന്നെ സ്പെസിഫിക്കലി 1 kilometerൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ഓണർ എന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 60% റെസിഡ്യൂൽ വാല്യൂയിൽ ഒരു ബൈബാക്ക് ചെയ്യും എന്നുള്ളതാണ് ഒന്ന്. അതേപോലെ തന്നെ 3 year വാറണ്ടി, അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പുറമെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ബാസ്. അത് നമ്മൾ വണ്ടിയുടെ
വാങ്ങുന്ന പ്രൈസ് ഒരു കാൽക്കുലേഷൻ കാണിച്ചിരുന്നു. വലിയൊരു കാൽക്കുലേഷനാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഐസ് വെഹിക്കിൾ ആയിട്ട് ഉള്ള ഒരു കമ്പയർ ചെയ്യുമ്പോൾ ആ ഐസ് വെഹിക്കിൾ, അതായത് ഇന്റൽ കമ്പഷൻ എഞ്ചിൻ്റെ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ കിട്ടുന്ന ചെറിയ വണ്ടിയാണ്. പിന്നെ ഈ ഒരു സൈസുള്ള വണ്ടി വാങ്ങുക അടുത്ത പ്രൈസ് ബ്രാക്കറ്റിൽ, അപ്പോൾ 14 lakhs ആ വരെയുള്ള റേഞ്ചിൽ പോകും. അങ്ങനെ വണ്ടി വാങ്ങാൻ നമ്മൾ ഡൗൺ പേയ്മെൻറ്റും EMI എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ബെനിഫിറ്റും, അതേപോലെ തന്നെ ബാറ്ററിക്ക് നമ്മളൊരു സർവീസ് ചാർജ് പോലെ ഒരു കിലോമീറ്റർ റൺ ചെയ്യുന്നതിന് 3.5 kilometer വരികയാണെങ്കിൽ അതും ബാക്കിയുള്ള കോസ്റ്റുകൾ കൊണ്ട് 1 രൂപയാണ് അവർ പറയുന്നത്. അപ്പോൾ 4.5 rupees per kilometerലാണ് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് വരുന്നത്. കമ്പയർ ടു ഒരു പെട്രോൾ വെഹിക്കിളോ ഡീസൽ വെഹിക്കിളാണെങ്കിൽ 8 to 9 rupees ആയിരിക്കും അവർ പറഞ്ഞു. പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, വായിച്ചു നോക്കി എനിക്ക് മനസ്സിലായില്ല. അപ്പം അതിനെനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് MGയുടെ ആൾക്കാരോട് സംസാരിക്കാം. നമുക്ക് ഗൗരവമുണ്ട്, ഗൗരവോട് ചോദിച്ചു നോക്കാം എന്താണ്. സോ ഞാൻ ബാസിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് ഞാൻ വന്നിരിക്കുക. സോ ഗൗരവ്, വെൽക്കം ടു ഷോ. Namaskaram. Namaskaram. So you've been to Kerala many times and I love it. And you know how we are adopted to electrics and any other gadgets in that say. Any tech Yes, adoption is really rapid in Kerala. absolutely. And glad to know that, as well as anything new also we try. Like we are good in mathematics, but may not be me, but you can explain to my That'll audience. make two of us then. Of course. So I think it's better you are the person to Sure. explain the BAS to my audience. So I leave it to you. So thanks for asking. You know, battery as a service, or BaaS or BaaS as we are calling it, this is actually a very, very innovative and a new approach Yeah. to help people come and experience electric vehicles. Sure. In a very simple language, what it means is the way we do use petrol and diesel as fuel for the cars. Yeah. The battery in an electric vehicle is actually an energy package. It has the purpose of the battery is as a fuel for the car's mobility. Yeah. So why would we not try to say the way you incur a monthly cost when you are paying for petrol and diesel, Yeah. in a similar way you should also pay for the battery. Yeah. Why should you be paying the battery, the full cost of the battery, when you're using it over a longer period? So in a way, our approach of BaaS is don't have to be saddled with the entire cost upfront. Yeah. Rather, pay for it as you are using the vehicle. Okay. So now what does it mean? We have said that, let us say the car, in this case the MG Windsor, Yeah. we are saying it's at 9.9 lakhs starting Yeah. and rupees 3.5 per kilometer. Yes. Now, this is one of the packages we have got. So, for example, and if you say that I drive 50 kilometers a day or monthly 1,500, here is a package for you. Yeah. You pay rupees 3.5 as a rental of the battery and pay for it. And we have got packages like for 3 years, 4 years, 5 years kind of Okay. thing, right? So, flexibility is there for you, Okay, cool. which means you're not paying upfront. Yes. And you are not feeling the burden of EMI also on that, Yeah. the way typically we're Yeah, doing it. yeah. So that is one option. Or you might say, you know, I don't want to be committing how many kilometers I will drive every month, but whenever I want to drive, I'll pay for some that usage. That also option is available to you. So the whole essence is that the vehicle, which is car plus battery, or let's say Shell plus battery equals car, we have said they are separate packages. Okay. Shell is separate, battery is separate, but the amount that you have to pay for renting the battery and the shell Yeah. is less than what you will have to pay for the full car. Full car. Okay. Because here we are renting the battery to make it affordable for you. Okay. And once you have taken up for the rental for a period of time, based on the tenure, Yeah. and if the full battery is paid for, the battery is yours. So you have the flexibility. Okay. And at any point in time, you have the choice of changing your package. You can even sell the car. You will not be controlled to say, no, because you have got BaaS, you cannot sell the car. It's possible. Okay. And you sell the car, the buyer, in this case, may have a choice to continue the BaaS. Okay. If the package is for, let's say, 5 years and you want to sell the car in 3 years, Yeah. the other customer may say, you know what, I can continue BaaS, I have no problem. I also don't want to pay the full amount. Yeah. Okay. Or he may say, no, I want to pay the full amount and I want to options are available to you. The other thing is, let me do a quick maths for you. Yes, that'll be better. Let us say that you are buying a car of rupees 10 lakhs, a normal car, ICE car, Ice car. petrol. Yeah. You have to take the loan for 3 years. Yeah. In 3 years, you will pay, let us say, ballpark at 9%, 30,000 rupees as EMI. And if you are driving for 50 kilometers a day, 1,500 kilometers Yeah. in a month,
you are paying at a 12 kilometers per liter efficiency, you want 120 liters of fuel. Yeah. So the 120 into let's say 100 rupees for a liter of petrol or diesel, approximate. Yeah, approximately, yeah. You're paying 12,000 rupees for the Yeah, fuel cost. yeah. So this is 30 plus 12 is 42,000. Every month you have to pay this. Now you come to an EV of like MG Windsor Yeah. with the BAS package. Yeah. We are saying rupees 3.5 is your cost of renting the car or the battery per kilometer. And let us say you pay 1 rupee more for charging cost. Although public charging we are giving free of cost for 1 year. Yes. But because of the home charging etc., it comes to about 1 rupee. So 4.5 rupees into 1,500 is about 6,500 rupees. Yeah. Okay. So you're paying 6,000 rupees every month extra for the ICE car. And second important factor is at 10 lakhs you will get a manual transmission car. Here you are getting a big mid-size or 4.3 meter size car with the space of even C segment SUVs Yeah. and an automatic transmission for the same price. Exactly. So that is how the maths works. Okay. Now because Kerala is always, good in maths like you mentioned, look at the other advantage. We also have a 3-60 buyback program. Yeah. So in your case, suppose you were to say, you know what, after 3 years, I don't know what technology might be there. I may want to be having a choice Yeah. of buying some other products in the marketplace. So very simple. You take the 3-60 buyback program from MG, very nominal, it's more like a maintenance package actually. Yeah. So after 3 years, if you have taken the BAS, let's say standard package. Okay. So you're paying 30,000 as GMI, 10 lakhs, and you're paying the 3.5 rupees per kilometer on rental. After 3 years, if you say I want to avail of the buyback package, you will bring the car back to MG. Now we are saying 60% of the total car value is what we are assuring as a buyback. Okay. So the 10 lakhs plus the battery full cost will be taken into 60% will be the amount due to you. Okay. But see, you have not paid for the full battery, you're only renting the battery. Yeah. Yeah. So the outstanding amount of the battery will get adjusted and you will get the balance out of your 10 lakhs given back to you. It Okay. may be 50%, maybe 50, whatever the percentage is. So the best part is Yeah. you are getting back the percentage of your 10 lakhs. You have the flexibility after 3 years also to choose any more option in the Yes. market. Upgrade to the next MG by that time. So 3 years is the time, right? So 3 years is for the buyback, Buyback. but your BAS, you choose 3 years, year, 4 4 years, years, 5 5 years. years. Okay. You choose whether you want to have a minimum guarantee per Yeah. month or you want to say I want no minimum guarantee per month. Yeah. You have all the flexibility. Great. So 3 years, I know you guys will change the car because Malayalis are നമ്മൾ പെട്ടെന്ന് മാറ്റുന്നവരാണ് and MG by then also will bring something new. So there is option for you to decide and take the plans. I explained it and well explained by him. So I think now it's your turn to experiment it. Thank you so much. Thank you so much. We appreciate it. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നത് കൂടുതൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ലത് നിയറസ്റ്റ് MG ഡീലർഷിപ്പ് പോവുക. അവരത് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഇതിൽ ഒരുപാട് ചോദ്യം ഉത്തരം വരുന്നുണ്ടാവും, നമുക്കും ഉണ്ട് ഡൗട്ട്, നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കുമ്പം അത് ക്ലിയറിഫൈ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതിലേക്ക് പോവാം. ഇനി അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വണ്ടി ബ്ലൈൻഡ്ലി പോയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്കീം ഈ ബാറ്ററി സർവീസ് ഒന്നും എടുക്കാതെ നമ്മൾ വണ്ടി വാങ്ങാം. അധികം ഓട്ടമൊന്നുമില്ലെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ പോയി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും. വണ്ടി ഇമ്പ്രസീവാണ്. സ്കീമും കാര്യങ്ങളെല്ലാം നിങ്ങളെ യുക്തം പോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതായിരിക്കും ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനൊന്നിലും കമ്പൽ ചെയ്യുന്നില്ല. അതിൽ കാൽക്കുലേഷൻസ് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ, അതിലിപ്പോൾ നിങ്ങളെ കൂടുതൽ സി എക്കാരിലുണ്ട്, കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവരുടെ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഒരു തമാശ ഇപ്പോൾ കണ്ടും കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം റീൽ കണ്ടാണ്. അപ്പോൾ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഒരാൾ ഫ്ലൈറ്റിലിരിക്കുകയാണ്. അപ്പം RSS പറഞ്ഞ് പറയുന്നുണ്ട്, സാർ നിങ്ങൾ ചാർട്ടർ അക്കൗണ്ടൻ്റ് ആണോ, CA ആണോ എന്ന് ചോദിക്കും. അതെ സാർ, യു ക്യാൻ സിറ്റ് ഹിയർ. അപ്പോൾ അയാൾ വെച്ചാൽ വൈ നോട്ട്, ഞാൻ എക്സ്ട്രാ കൊടുത്തില്ല, പറ്റില്ല സാർ. ഇത് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട സ്ഥലമാണ്. പെട്ടെന്ന് ഫ്ലൈറ്റ് എന്തെങ്കിലും നിങ്ങളെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കും. അത് പറ്റില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കും. ഈ കാര്യത്തിൽ CA കാരാണ് നല്ല 10 പ്രാവശ്യം ആലോചിച്ചിട്ടുള്ള തീരുമാനിച്ചു. എന്തായാലും വിൻസർ EV കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിയറസ്റ്റ് ഡീലർഷിപ്പിൽ പോവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ ഞാൻ പക്ക ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വണ്ടി ചെയ്ത് റിലാക്സ് ചെയ്യാവുന്ന രീതിയിലൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് റിലാക്സ് ആയിട്ടുണ്ടെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിലും തന്നെ കമൻറ്റിൽ പറയാം. ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ പറയാം.
റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ ബെസ്റ്റ് ഷോറൂം പോയി നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെയിലിംഗ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ